വാടാ. മലയാള സിനിമയുടെ ഇതിഹാസ താരം മോഹൻലാലിൻ്റെ കരിയറിലെ സുവർണ്ണ കാലഘട്ടങ്ങളും ഗുഡ് ടൈം, ദെൻ വലിയ പ്രതിസന്ധികൾ നേരിട്ട ബാഡ് ടൈമും നമുക്ക് ജസ്റ്റ് ഒന്ന് അനാലിസിസ് നോക്കാം. സോ പീക്ക് ഗോൾഡൻ ടൈം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയുടെ സിംഹാസനം കീഴടക്കുകയും ജനപ്രിയ സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്ത രണ്ട് പ്രധാന കാലഘട്ടങ്ങളാണിത്. സുവർണ്ണ യുഗം 1986-ഉം 2000-ഉം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വിജയങ്ങൾ ലാലേട്ടൻ സ്വന്തമാക്കിയ സമയമാണിത്. തരംഗം സൃഷ്ടിച്ച ഇയറായിരുന്നു 1986. ഒരൊറ്റ വർഷം 34 സിനിമകൾ റിലീസ് ചെയ്യുകയും രാജാവിൻ്റെ മകൻ, 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സൂപ്പർ സ്റ്റാർ പദവി ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസിക് ഹിറ്റുകൾ: ചിത്രം, കിലുക്കം, മണിച്ചിത്രത്താഴ്, സ്ഫടികം, ദേവാസുരം, വാനപ്രസ്ഥം എന്നിങ്ങനെ ലാലേട്ടൻ എന്ന നടനെയും സ്റ്റാറിനെയും ഒരേപോലെ അടയാളപ്പെടുത്തിയ ചിത്രങ്ങൾ ഈ കാലഘട്ടത്താണ് ഉണ്ടായത്. ആദ്യ 10 കോടി ചിത്രം 2000-ൽ റിലീസ് ചെയ്ത നരസിംഹം മലയാള സിനിമയിലെ അതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ബോക്സ് ഓഫീസ് രാജാവ് 2013-2019. മലയാള സിനിമയെ കളക്ഷൻ്റെ കാര്യത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ റെക്കോർഡിലേക്ക് ലാലേട്ടൻ നയിച്ച കാലഘട്ടമായിരുന്നു അത്. ദൃശ്യം മലയാളത്തിലെ ആദ്യത്തെ 50 കോടി ചിത്രമായി മാറി. പുലിമുരുകൻ 2016 മലയാള സിനിമയിൽ ആദ്യമായി 100 കോടി, 150 കോടി ക്ലബ്ബുകൾ നിർമ്മിച്ച് ലാലേട്ടൻ്റെ ചരിത്രം വീണ്ടും കുറിച്ചിട്ടുണ്ടായിരുന്നു. ലൂസിഫർ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം 200 കോടിയിലധികം കളക്ഷൻ നേടി മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി. ഡൗൺ ടൈം ആൻഡ് സ്ട്രഗ്ലിംഗ്: വലിയ ഹൈപ്പോടെ വന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുകയും കരിയറിൽ വലിയ വിമർശനങ്ങൾ നേരിടുകയും ചെയ്ത ഘട്ടങ്ങൾ. ആദ്യത്തെ വലിയ തകർച്ച 2001-2005. മോഡൽ മാസ് പടങ്ങളുടെ അമിത അനുകരണങ്ങൾ പരാജയപ്പെട്ട കാലമായിരുന്നു അത്. ഒന്നാമൻ, പ്രജ, താണ്ഡവം, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കനത്ത തിരിച്ചടി നേരിട്ടു. മാസ് ഇമേജ് ലാലേട്ടന് വിനയായ കാലഘട്ടമായിരുന്നു ഇത്. 2020-2023 OTT റിലീസുകളും മോശം തിരക്കഥകളും കാരണം കരിയറിൽ വലിയ വിമർശനങ്ങൾ കേട്ട സമയം. വിമർശനങ്ങൾ നോക്കാം നമുക്ക്. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹവും, ആറാട്ട്, മോൺസ്റ്റർ, എലോൺ തുടങ്ങിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ വലിയ പരാജയമായിട്ടുണ്ടായിരുന്നു. OTTയിൽ വന്ന ചിത്രങ്ങൾക്കും വലിയ പിന്തുണ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചുവരവ് ടു കംബാക്ക് 2024-2026. തൻ്റെ മോശം സമയങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ലാലേട്ടൻ വീണ്ടും ബോക്സ് ഓഫീസിൽ ശക്തമായി തിരിച്ചെത്തി. അതുപോലെ തന്നെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്നുള്ള സിനിമ, നമുക്കറിയാം ആ ഒരു തുടരും എന്നുള്ള സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്. സോ ഇതെല്ലാം കൂടി ആ ഒരു പഴയ പ്രതാപം അദ്ദേഹം വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു.